ശ്രീ എം ജയചന്ദ്രൻ നവകേരള യാത്രയിലടക്കം പ്രതിപക്ഷ MLA-മാർക്ക് നൽകിയതടക്കം കിഫ്ബി ഫണ്ടുകളുടെ വികസനത്തിൻ്റെ വഴികൾ അടക്കം അതിൻ്റെ കണക്കുകളടക്കം ഇപ്പോൾ പറയുന്ന റോണി കെ ബേബിയുടെ ആരോപണങ്ങൾ ഏതർത്ഥത്തിലാണ് താങ്കൾ കാണുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ? പഞ്ചായത്തുകളുടെ തനത് വരുമാനം അടക്കമുള്ള കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ. ഓക്കെ, അല്ല, ഞാന് ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ ശ്രീ റോണി കെ ബേബി പറഞ്ഞ ഈ ആരോപണത്തിനെ സംബന്ധിച്ച് ഒരു ചർച്ചയിൽ മുഴുവനും ഡാറ്റ ചോദിച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ സമയം പോരാ. അതിനുവേണ്ടി തന്നെ അദ്ദേഹവും വേണം, ശ്രീ റോണി കെ ബേബിയും വേണം, VPPയും വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാവുന്നേ. പിന്നെ ഈ താങ്കളെ പറഞ്ഞത് മുഴുവനും ഈ നമ്മുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 4 മാസത്തെ ഒരു കള്ളക്കണക്കാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വസ്തുതാവിരുദ്ധത ഇവിടെ വെച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്. താങ്കൾ ഈ പറഞ്ഞതല്ല വസ്തുതാവിരുദ്ധമാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് പറയുന്നതിന് അത് വേറെ ഞാൻ പറഞ്ഞില്ല, വേറെ സമയം തരണം അതിന്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായിട്ടുള്ള UDF-ലുണ്ടായിട്ടുള്ള തർക്കങ്ങളെ സംബന്ധിച്ചാണ്. നമ്മളുടെ ഈ ഡിബേറ്റിന്റെ ന്യൂക്ലിയസ് തന്നെ അതാണ്. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് അതിൻ്റെ അകത്ത് ഒന്ന് ആഡ് ചെയ്യാനുള്ളത് അജിംഷാദെ, ഇതിന് പുറമെ ഈ UDF-ലെ കോൺഗ്രസും ലീഗും അടക്കമുള്ള തമ്മിൽ തല്ലിന് അതിനേക്കാൾ ഒപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ടോ ഉള്ള പ്രധാനപ്പെട്ട ഒരു വലിയ വിപത്തായി തന്നെ നിൽക്കുന്നതാണ് ഈ SDPI, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി തീർച്ചയായും പറയുന്നത്. നമ്മൾ ഓരോ ഘട്ടങ്ങളിലും അത് ചർച്ച ചെയ്ത് ഇന്നിപ്പോൾ കയ്യാങ്കളിയുടെ വിഷയമായതുകൊണ്ടാണ് അതൊന്ന് പരാമർശിച്ചു പോയത്. അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുന്നതാണ്. ഈ മതരാഷ്ട്രവാദികളുമായി പാണക്കാട് തങ്ങൾ തന്നെ ഈ ജമാഅത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ അദ്ദേഹം ശ്രീ റോണി കെ ബേബി പങ്കെടുത്ത ചർച്ചയിൽ അദ്ദേഹം ഒരുപാട് സമയം ചെലവഴിച്ചത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതിനും അദ്ദേഹം പറഞ്ഞത് മുഴുവനും പിന്നെ ഏതാണ് ഈ SDPI-യുടെയും ഒക്കെ പിന്തുണ LDF വാങ്ങിച്ചില്ലേ, അത് പിന്നെ വെൽഫെയർ പാർട്ടി എന്നാണ് ഉണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ വാസ്തവത്തിൽ സാർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നത് 2011-ലല്ലേ? അന്നാരാണ് ഭരിക്കുന്നത് താങ്കൾക്ക് അറിയില്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഈ PDP ഒക്കെ ഒരാവശ്യമില്ലാതെ മദിനയൊക്കെ താങ്കൾ ഉച്ചരിക്കുന്നത് കേട്ടു. എന്തായിരുന്നു അന്ന്? ഞാനന്ന് സമയമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ് കേട്ടോ അജിംഷാദെ. അതൊന്ന് പൂരിപ്പിക്കാമല്ലോ ഇന്നല്ലേ? അദ്ദേഹം മിനിഞ്ഞാന്ന് പറഞ്ഞതാണ്. അതിന് സമയം ഉണ്ടാകുമോ ഇപ്പോ? പെട്ടെന്ന് അതെ, ഇത്രേ ഉള്ളൂ കാര്യം. അന്ന് പിന്നെ മദിനയെ അറസ്റ്റ് ചെയ്തല്ലോ നയനാരുടെ കാലത്ത്. മദിനയെ അറസ്റ്റ് ചെയ്യുന്നത് നയനാരുടെ കാലത്താണല്ലോ. അപ്പോ അദ്ദേഹം ജയിലിലാവുന്നു. പിന്നീട് പരപ്പന അഗ്രഹാരയിൽ കാണാൻ പോകുന്ന ആരൊക്കെയാണ്? ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഉമ്മൻചാണ്ടി ഉണ്ട്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവുണ്ട്, പരപ്പനെ കാണാൻ പോകുന്ന മറ്റു പലരും ഉണ്ട് കേട്ടോ. അപ്പോ അവിടെ വെച്ച് ശ്രീ മദനി ഒരു വാക്ക് കൊടുക്കുകയാണ്. മദനിക്ക് ഇവരൊരു വാക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ താങ്കളെ പിന്നെ മോചിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുകയാണ് ഉമ്മൻചാണ്ടി. എക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നല്ലോ ആന്റണി, വലിയ ഭൂരിപക്ഷത്തോടെ ആന്റണി മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പോഴെന്താണ് സംഭവിച്ചത്? മദിനി പറഞ്ഞു അങ്ങനെ കാണാം, പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങൾക്ക് ചെയ്തതെന്ന് പരസ്യമായി പറഞ്ഞ മദനി. അതിന് തിരിച്ചടിച്ചൊക്കെ എവിടെയാണ് ഉണ്ടായത്? 2004-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഇതപര്യന്തമുള്ള തോൽവികളിൽ ഏറ്റവും വലിയ തോൽവിയായിരുന്നില്ല അന്നുണ്ടായിരുന്നത്, ഇല്ലേ? എന്നിട്ട് അത് മുഴുവനും മദനിയോട് കൂട്ടുചേർന്നവരായി താങ്കൾ മിനിഞ്ഞാന്നും ആരോപിച്ച ആരെയാണ്? LDF-നെ, CPM-നെ. വസ്തുതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്? അത് കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ തീവ്രമായി വരുന്നത് എപ്പോഴാണെന്നുള്ളത് എല്ലാവർക്കും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ പിന്നെ 9/11 സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റൊരുപാട് കാരണങ്ങൾ, രാജ്യാന്തര തലത്തിലുള്ള ഇത്തരത്തിലുള്ള ഭീകര എന്താ പറയുന്നത്, അങ്ങനെയുള്ള ഒരു മതരാഷ്ട്രവാദികളുമായുള്ള ബന്ധം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ നിർത്തിയേക്കാം ഇത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ബോധപൂർവം വളരെ
പാർട്ടിസാൻ പൊളിറ്റിക്സ്, കക്ഷി രാഷ്ട്രീയപരമായ ആ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന താങ്കളുടെ ആ കൗശലം ഇവിടെയും എടുക്കുന്നതിൽ അതിന്റെ മറുപതിപ്പാണ് താങ്കൾ ഇവിടെ കാണിച്ചത്. ഇപ്പോ ഈ കിഫ്ബിയെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണം ഞാൻ പറഞ്ഞില്ലേ, പരിപൂർണമായ സ്റ്റാറ്റിക്സ് എന്തെങ്കിലുണ്ട്. ഏത് പദ്ധതിയെ സംബന്ധിച്ചാണെങ്കിൽ എന്തിന്, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. വലിയഴീക്കൽ പാലം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത 100 കോടി രൂപ വലിയഴീക്കൽ പാലം പൂർത്തീകരിച്ചപ്പോ താങ്കൾ ഒരുപക്ഷെ പോയി കാണും അതുവഴി, ഇല്ലെങ്കിൽ ഇത് പോകണം. പിന്നെ കിഫ്ബി വഴിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആ പൈസ കൊടുത്തത് കേട്ടോ. അതടക്കമുണ്ട്, അതിന്റെ കണക്ക് അടക്കം ഞാൻ പറയാം.